السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحبه الفائزين برضا الله. ഏറ്റവും സ്നേഹധന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഈ ചെയ്യുന്ന അമലുകളിലൂടെയൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയേണ്ടത് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ ഇഷ്ടം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ പിശാചിന്റെ ഏറ്റവും വലിയ എതിരാളികളായി മാറിയിരിക്കും എന്നതാണ്. മഹാനായിരിക്കുന്ന വഹബ് ബിൻ മുനബ്ബഹ് റഹിമഹുല്ലാഹ് തങ്ങൾ പറയുന്നത് കാണാം, അമറല്ലാഹു തആല ഇബ്ലീസ അൻ യഅതിയ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ഇബ്ലീസിനോട് അള്ളാഹുവിന്റെ റസൂലിന്റെ സമീപത്തേക്ക് ചെല്ലാനും വയുജീബഹു അൻ കുല്ലി മാ യസ്അലുഹു, മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാനും ഇബ്ലീസിനോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. അങ്ങനെ മഹാനായിരിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കരികിലേക്ക് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് കടന്നു വരികയാണ്. അലാ സൂറത്തി ശൈഖിൻ, ഒരു ശൈഖിന്റെ രൂപത്തിലും ഭാവത്തിലുമാണ് അവന്റെ വരവ്. വബിയദിഹി ഉകാസുൻ, അവന്റെ കയ്യിൽ ഒരു വടിയുമുണ്ട്. ഫഖാല ലഹു, അല്ലാഹുവിന്റെ റസൂൽ അവനോട് ചോദിക്കുകയാണ്, മൻ അൻതാ, നീ ആരാണ്? ഖാല, ഇബ്ലീസ് പറഞ്ഞു, അന ഇബ്ലീസ്, ഞാൻ ഇബ്ലീസാണ്. ഫഖാല, അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത ചോദ്യം, ലിമാ ജിഅത, എന്തിനു വേണ്ടിയാണ് നീ വന്നത്? ഖാല, ഇബ്ലീസ് പറയുകയാണ്, ഇന്നല്ലാഹ അമറനി അൻ ആതീക, അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ് നിങ്ങളുടെ സമീപത്ത് വരാനും വഉജീബക അൻ കുല്ലി മാ തസ്അലുനി, നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാനും അല്ലാഹു തആല നിർദ്ദേശിച്ചത് പ്രകാരമാണ് ഞാൻ വന്നത് എന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ പുണ്യ നബി പറയുകയാണ്, യാ മൽഊൻ, ഓ ശപിക്കപ്പെട്ടവനെ, നിന്നോട് എനിക്ക് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം, എന്റെ ഉമ്മത്തുകളിൽ നിന്ന് നിന്റെ ശത്രുക്കൾ ആരാണ്? ലഅനത്താക്കപ്പെട്ട ഇബ്ലീസിന്റെ മറുപടി, 15 വിഭാഗം ആളുകൾ നിങ്ങളുടെ ഉമ്മത്തുകളിൽ നിന്ന് എന്റെ ബദ്ധവൈരികളാണ്, ശത്രുക്കളാണ്. അവ്വലുഹും, അവരിൽ നിന്ന് ഒന്നാമത്തവർ, അന്താ, നിങ്ങൾ തന്നെ. എന്റെ ഏറ്റവും വലിയ ശത്രു നബിയെ തങ്ങളാണ്. കാരണം ഞാൻ ജനങ്ങളെ വിളിക്കുന്നത് നരകത്തിലേക്കാണ്. ഞാൻ ജനങ്ങളെ കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ച് നരകത്തിലേക്ക് ആനയിക്കുമ്പോൾ അവർക്ക് സന്മാർഗത്തിന്റെ ദർശനം കാണിച്ചു കൊടുക്കുന്നത് അങ്ങയാണല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ ശത്രു നിങ്ങൾ തന്നെ. രണ്ടാമത്തത് ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയാണ്. മൂന്നാമത്തവൻ ഗനിയുൻ മുതവാളിഉൻ, നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട വലിയ മുതലാളിമാർ, സമ്പന്നനാണവൻ. പക്ഷേ അവന്റെ സമ്പത്ത് കൊണ്ട് അവന് അഹങ്കാരം പിടിപെട്ടില്ല. അവൻ അഹങ്കാരമില്ല, അവൻ വിനയാന്വിതനാണ്. നാലാമതായി പിശാച് പറഞ്ഞു കൊടുക്കുകയാണ്, താജിറുൻ സാദിഖുൻ, സത്യസന്ധനായ കച്ചവടക്കാരനാണ്. അഞ്ചാമത്തവൻ ആലിമുൻ തഖ്ശഉ, അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന പണ്ഡിതനാണ്. ആറാമത്തെ ആളെ ഇബ്ലീസ് പരിചയപ്പെടുത്തുന്നു, മുഅ്മിനുൻ നാസിഹുൻ, സദുപദേശകനായ വിശ്വാസിയാണ്. അവൻ ആളുകളോട് നന്മ ഉപദേശിക്കുന്നവനാണ്. ഏഴാമതായി ഹബീബായ നബിയോട് പിശാച് പറഞ്ഞു കൊടുക്കുകയാണ്, മുഅ്മിനുൻ റഹീമുൽ ഖൽബി, എല്ലാവരോടും നല്ല അലിവുള്ളവൻ, കൃപയുള്ളവൻ, സഹതാപമുള്ളവൻ,
അങ്ങനെയുള്ള നല്ല ഹൃദയത്തിന്റെ ഉടമയായ വിശ്വാസി. എട്ടാമതായി ഹബീബായ നബിയോട് പറഞ്ഞു കൊടുക്കുന്നു, തായിബുൻ താബിത്തുൻ അല തൗബ, സ്ഥിരമായി തൗബ ചെയ്യുന്ന അങ്ങയുടെ ഉമ്മത്തുകളിൽപ്പെട്ട അത്തരക്കാരായ ആളുകൾ, അവര് എന്റെ ശത്രുക്കളാണ്. ഹബീബായ നബി കേട്ടുകൊണ്ടിരിക്കുകയാണ് അത്ഭുതത്തോടെ. അപ്പോൾ ഒൻപതാമത്തെ ആളെ പറയുന്നു, മുതവരിഉൻ അനിൽ ഹറാം, ഹറാമിനെ തൊട്ട് സൂക്ഷ്മത പുലർത്തുന്നവൻ. പത്താമത്തവൻ മുഅ്മിനുൻ ഹുസ്നുൽ ഖുലുഖി, സൽ സ്വഭാവിയാണവൻ. അങ്ങനെയുള്ള വിശ്വാസിയും എന്റെ എതിരാളിയാണ്. വൽ ഹാദി അശറ, 11ാമത്തവൻ മുഅ്മിനുൻ കതീറുസ് സദഖ, ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, സദഖ ചെയ്യുന്ന വിശ്വാസിയാണ്. പിന്നെയും മഹാനായ പ്രവാചകന് പറഞ്ഞു കൊടുക്കുകയാണ്, 12ാമത്തവൻ ആരാന്നറിയോ? മുഅ്മിനുൻ യുദീമു അല ത്വഹാറതി മഅന്നാസ്, സദാസമയവും വുളൂഓടുകൂടി നിലകൊള്ളുന്ന വിശ്വാസി. പിന്നെയും പറയുന്നു, 13ാമത്തവൻ മുഅ്മിനുൻ യൻഫഉന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന പരോപകാരിയായ, പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാനും കഷ്ടപ്പെടുന്നവന്റെ കൂടെ നിൽക്കാനും അവനെ സഹായിക്കാനും മനസ്സുള്ള, ഉപകാരം ചെയ്യുന്ന പരോപകാരിയായ വിശ്വാസിയാണ്. 14ാമത്തെയാളെ കുറിച്ച് മഹാനായ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുന്നു, യുദീ ഹാമിലുൽ ഖുർആനി യുദീമു അലാ തിലാവതിഹി, പരിശുദ്ധ ഖുർആൻ സ്ഥിരമായി പാരായണം ചെയ്യുന്ന, ഖുർആൻ ഓതാൻ അറിയുന്നവൻ. 15ാമത്തെ ആളാരാണെന്നോ? ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുകയാണ്, ഖായിമുൻ ബില്ലൈൽ വന്നാസു നിയാം, ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ, നാടുറങ്ങുമ്പോ, വീടുറങ്ങുമ്പോ, പാതിരാ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുക്ക് വേണ്ടി നിസ്കരിക്കുന്നവൻ, അവനും എന്റെ ബദ്ധവൈരിയാണ് നബിയേ, അവനും എന്റെ ശത്രു ആണ് നബിയേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഇവിടെ നമ്മൾ വളരെ കാര്യഗൗരവത്തിൽ ചിന്തിക്കേണ്ടത്, ഇബ്ലീസിന്റെ ശത്രുക്കളാണ് ഇവരെന്ന് പറയുമ്പോൾ, ഇവർ അല്ലാഹുവിന്റെ മിത്രങ്ങളാണ്, അല്ലാഹുവിന്റെ സ്നേഹിതന്മാരാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് 15 വിഭാഗം ആളുകളെയാണ് എണ്ണിയത്. അതിലൊന്നാമത്തത് മുസ്തഫ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് ആകാൻ നമ്മെ കൊണ്ട് സാധ്യമല്ല, അത് നമുക്ക് കഴിയാത്തതാണ്. എന്നാൽ പിന്നീട് പറയപ്പെട്ട 14 വിഭാഗം ആളുകളിൽ ഏതെങ്കിലും ഒരാളാവാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള വല്ല ഗുണവിശേഷണങ്ങളും എന്നിലുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അവനവനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്, മറ്റവൻ ഈ ലിസ്റ്റിലുണ്ടോ എന്നതല്ല, ഞാൻ ഈ പട്ടികയിലുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചിട്ട് ഇല്ല എന്നാണ് ആൻസറെങ്കിൽ ഇതിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞാലാണ് യജമാനനായ റബ്ബിന്റെ സ്നേഹിതന്മാരാകാൻ നമുക്ക് സാധിക്കുക. യജമാനനായ റബ്ബിന്റെ സ്നേഹിതന്മാരായാലാണ് രക്ഷപ്പെടാൻ കഴിയുക. അതുകൊണ്ട് ആ രൂപത്തിലേക്ക് നമുക്ക് പരിവർത്തനപ്പെടാൻ, മാറാൻ നമുക്ക് കഴിയണം. പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കാനും ആ പ്രശ്നം തീർക്കാനും മേൽ പറയപ്പെട്ട പട്ടികയിൽ ഉൾപ്പെടാനുമുള്ള അനുകൂലമായ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.